ഇവിടെ ആടിനെയൊക്കെ കോഴി റിലീജിയനിൽപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ ഹലോ, അപ്പം നമ്മളിന്നൊരു സ്ഥലത്ത് പോകാൻ പോവാട്ടോ. ഈ ചിരിച്ചൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏത് കോലത്തിൽ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ലക്ഷദ്വീപിൽ പണ്ട് കാലങ്ങളിൽ തൊട്ട് തന്നെ വേറെ മതസ്ഥർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, മുസ്ലിംസ് അല്ലാണ്ട്. അപ്പോൾ മുസ്ലിംസ് ആകുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ, ഇവിടെ പള്ളികളുള്ളതുകൊണ്ട് കബറിടം അവിടെ ആയിരിക്കും, കബറടക്കുന്നതൊക്കെ അവിടെ ആയിരിക്കും. പക്ഷേ ബാക്കി റിലീജിയനിൽപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ അവർ നമുക്ക് എന്തായാലും അടക്കം ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെ ഒരു, ഹിന്ദുക്കളുടെ എന്താ പറയുക, ശ്മശാനം എന്നാണോ എനിക്കറിയില്ല, ആരെങ്കിലും തിരുത്തണേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അവരെ കത്തിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്. എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ, കുറച്ച് നടക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ ഗേറ്റൊക്കെ ഉണ്ട്, ലൈക്ക് കോമ്പൗണ്ടൊക്കെ കെട്ടി ഗേറ്റൊക്കെ ആക്കി അതിലിപ്പോൾ ആടിനെയൊക്കെ പിടിച്ചിടുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കത് കണ്ടിട്ട് വരാം എന്തായാലും. അത് എപ്പോൾ വന്നാന്ന് വെടിയില്ല ഉമ്മയ്ക്ക്, അതിപ്പോൾ ഫൂട്ട് തൊപ്പേ ശവപ്പറമ്പ് എത്തിയിരിക്കുന്നു ഗായ്സ്. ഉള്ളക്കടപ്പാങ്ങയാക്കിൽ ഇതാണ് ഗായ്സ്. അയ്യോ പേടിയാവുന്നുണ്ടോ, കണ്ടോ? ഇപ്പം ഇവിടെ ആടിനെയൊക്കെ കോഴിയായിരുന്നു, ആടിനെയൊക്കെ ഇടുന്നുണ്ട്. ഹലോ ഇതാണിപ്പോൾ ആ സ്ഥലം. ഇതിനകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല, ബിക്കോസ് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഇത് തുറക്കുകയിലാണ് ഉള്ളുണ്ട് കൂട്ടീനെ, ഉള്ളകത്തുനിന്ന് താഴെ വെച്ചിട്ടുണ്ട്. ഹരിയോ ആക്കുള്ളേ, ആ കാണുന്ന കൽമതിലിന് അപ്പുറത്തുള്ള സ്ഥലമായിരുന്നു ഹിന്ദുക്കൾക്കുള്ളത് അല്ലേ? ഇപ്പൊ ഉമ്മ പറയുന്നത് വെച്ചാൽ നേരത്തെ ഇത് മൊത്തം ഹിന്ദുക്കളുടെ ശവസംസ്കാരത്തിനുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഇത് കണ്ടോ, കോമ്പൗണ്ട് കണ്ടോ, ഈ കോമ്പൗണ്ട് വാളിന് ഇപ്പുറത്തോട്ട് മുസ്ലിംസും അപ്പുറത്തോട്ട് ഹിന്ദുക്കളുടെയാണ്. കാരണം ഇപ്പോൾ എയർ ആംബുലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ, അതാണ്. ഇതിനകത്ത് നിറച്ച് ആടുകൾ ഉണ്ടാവേണ്ടതായിരുന്നു, ഇപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ശവങ്ങളൊക്കെ ശവപ്പറമ്പ് ഗൈസ്. തിരിച്ചു പോകുന്നു ഗൈസ്. നമ്മളിപ്പോ ഇക്കാക്കനെ വെച്ചിട്ട് പുള്ളിക്കാരൻ കുളിക്കുമായിട്ടോ. പള്ളി ചേർത്ത് 4 പായും ചവലും കാടും ഇത്ര ഊടിയാൻ്റെ തിരുവുള്ളി അതിനാ വയ്യാൻ്റെ ശഹപ്പറമ്പ് പന്നത്, ശഹപ്പറമ്പ് പന്നെ പള്ളിക്ക് പയ്യേ പള്ളി മുന്നേ ഉള്ളി, പള്ളി മുന്നേ പിന്നെ ഇല്ലാത്ത അങ്ങക്കും അമ്മക്കും മുന്നേ ഉള്ളി. ഇക്കാക്കൊക്കെ അറിയേണ്ടതൊക്കെ ഈ പള്ളി ഒരു കുന്നിനൊക്കെ ഇന്ന പോലെ ഒരുണ്ട്. അന്ന് ഈ തിരുവ കൊണ്ടേരാൻ ഇങ്ങനെ ദൂരാക്കി പോണ്ടാണ്ട് ബിരിച്ചിലും കാടും കാട്ടിയത് ഇങ്ങനെ പരത്ത് തന്നെ ചുരുക്കം പേടിച്ചു മനുഷ്യൻ. അന്ന് ശക്കിക്കുളത്തിലൊരു അത്തത്താന്നൊരു കണ്ണാട്ടിയും പോലും മാങ്ക് കൊടുത്ത അമ്മ കണ്ടില്ല, മാങ്ക് കൊടുത്ത പണ്ടത്തെ കൊടുത്തില്ലായിരുന്നു. ഉത്തരവാദിത്ത ആക്കും പിന്നെ അതിനെപ്പറ്ററിയാം. അന്ന് നാം അറിയേണ്ടതൊക്കെ ഇങ്ങനെയാണ്. പള്ളി ഒന്നിനെ വെച്ചിട്ടുണ്ടാവും അതിനാവയ്യവിനായി ഫാർപ്പമന്നായി ഇവിടെ ആരെയും കത്തിച്ചിനായി ഇല്ല, ശവപ്പറമ്പനാരെയും കത്തിച്ചിനായി ഇവിടെ കത്തിച്ചേരി പിന്നെ 2 ഫാം തൂങ്ങിയത് അവിടെയാണ്. കിളവായി
അതെല്ലാം ചുട്ടി ഇവിടെ അതെല്ലാം ചുട്ടി ഇവിടെ വയ്യ അതിനാ വയ്യാണ്ടി അതിൻ്റെ മോളെ ഇപ്പം ചകപ്പണം ബില്ല് രണ്ട് പകുതിയാക്കിയതാണ് തെക്ക് ഹിന്ദുക്കൾക്ക് വടക്കേ നമ്മ ആ നെടുവത്തിൽ ആ അവിടെ പിലെടുത്തിട്ടാണ്ടി മൈത്തൂളിപ്പം അടുത്ത ബില്ലാണ്ടി അത് ഇങ്ങനെ നമ്മ നിങ്ങളെ ഈ 5-6 ദേവകൊല്ലം നൽകി എല്ലാവരും അന്ന് ചീരണിപ്പില്ല മുറ്റത്ത് ചടുകുത്തി വെച്ചാണ്ടി അവിടെ ചീരണിപ്പില്ലാണ്ട് ആ പൊന്തൽപ്പൂര് അത് നിറച്ചും പെണ്ണുകളാണ് കാശിരക്കണ്ട അവിടെ അത് ചിരച്ച് വീര്യം പൊട്ടിച്ചും പോയിക്കും പിന്നെ എല്ലാവർക്കും അന്ന് പുള്ളിയുടെ വൈപ്പും ശരലാണ്ടി മുന്നിലാന്നുള്ള മാളിയെല്ലാം കട്ടം കയറുണ്ട് അന്ന് ശരലാണ്ടി മൂഞ്ചുണ്ട് എല്ലാ കീക്കരുള്ള അരിപ്പുള്ള ഇച്ചര ഉള്ളുണ്ട് ഇച്ചര കൂരും തണ്ണിയുളക്കിടും 8 പിന്നെ അത് ഇളക്കി അങ്ങനെ ഓക്കെ നമ്മളപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വന്നു. എന്തെങ്കിലും ആ അപ്പൂപ്പൻ പറഞ്ഞത് മലയാളത്തിലല്ല, അപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ സബ്ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്.